ഹായ്, അപ്പോ നെസ്റ്റയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഡേ 2 ഓഫ് ഓണം ഷൂട്ടാണ്. ഡേ 2 അല്ല, ആക്ച്വലി നമ്മൾ ഡേ 2 ഓഫ് വ്ലോഗ് ആണ്. നിങ്ങൾ ഇന്നലെ രാത്രി കണ്ടതിന്റെ കുറച്ച് ബാക്കി ഭാഗം ഉണ്ടായിരുന്നു. എനിക്ക് വയ്യായിരുന്നു. നമ്മൾ ഏകദേശം 4-5 ഡ്രസ്സ് മാത്രമേ എടുത്തോളൂ, ഫിറ്റ് ചെക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ജുവൽസ് എടുക്കാറുണ്ട്. അത് മോഡൽസിനെ കൊണ്ടുപോയി ഇട്ട് നോക്കി ആർക്ക് എന്തൊക്കെ സ്യൂട്ട് ആവുന്നു നോക്കി അതിനനുസരിച്ച് എടുക്കണം. അപ്പൊ അതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് കുറച്ച് ഹെയർ എക്സ്റ്റൻഷൻസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇന്നലെ രാത്രി പൂ എടുക്കണം. പിന്നെ ഫുഡ് ഇന്നലെ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു. പിന്നെ ഡെക്കറേഷൻ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അലങ്കാര പണിയോ അലങ്കോല പണിയോ അവനെ ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ ഷർട്ട് കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിപ്പോയി, അതൊന്ന് പ്രിന്റ് ചെയ്യണം. ഇത്തവണ നമുക്ക് ടീമും കൂടെ ഉള്ളതുകൊണ്ട് അതും ഒരു ഹെൽപ്ഫുൾ ആണ്. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വിളക്കുകളൊന്ന് ശകലം ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഇന്ന് തന്നെ നമ്മുടെ സൈറ്റിൽ കൊണ്ടെത്തിക്കണം, എല്ലാ സാധനങ്ങളും. ഇനി നമുക്ക് ഏക പ്രശ്നം പറഞ്ഞ ഒരു കാര്യം, ഇന്ന് കറണ്ട് പോയാൽ നമ്മൾ ചെറുതായിരുന്നു കറണ്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. വേറെ നമുക്ക് ആ പ്രിന്റിങ്ങിന്റെ മാത്രം, വേറെ ഒരു കുഴപ്പമില്ല. ബാക്കിയൊക്കെ നമുക്ക് ബാക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് അതൊന്നും പേടിക്കയില്ല. പക്ഷേ പ്രിന്റ് ഹീറ്റ് പ്രസും ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റുള്ളൂ. അപ്പൊ നമ്മള് നേരത്തെ വണ്ടിയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. നമ്മളിപ്പോ സ്റ്റുഡിയോയിലെത്തി. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ ഫിറ്റൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ, ഒരു വിളക്ക്, 1-2 വിളക്ക്, ബാക്കിയുള്ള ഐറ്റംസ് സാധനങ്ങള്, 2 മോഡൽസ് ഇവിടെ ഇരിപ്പുണ്ട്. അവരത് ഒരാളത് ഓക്കെയാണ്, ഒരാളെ കൈ ശകലം ടൈറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ എല്ലാം ഇനി പോയി എടുക്കണം. ബാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇനി നമുക്ക് ചറപറ കാര്യങ്ങൾ. ഇനി ഇവര് പോയി അടുത്ത 2 മോഡൽസ് വരും. അപ്പൊ അവര് പോയി ഫിറ്റ് ചെക്കും ചെയ്ത് ഓർണമെന്റ്സ്, ആദ്യം 4 പേരെ ഓർണമെന്റ്സ് ഫുള്ളി ക്ലിയർ ചെയ്ത് തരാം. സോ അബിൻ പറഞ്ഞതുപോലെ നമ്മൾ 2 ടീമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സുകളെല്ലാം കളക്ട് ചെയ്ത് ഫിറ്റ് ചെക്ക് ചെയ്തു. ഓൾട്രേഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നതെല്ലാം നമ്മൾ അവിടെ തന്നെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് അഗീര റെന്റൽ ജ്വല്ലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജ്വല്ലറി കൊളാബറേറ്റ് ചെയ്യുന്നത് അവരാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ദേവികയ്ക്ക് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് 2 ദേവിക മോഡൽസ് ഉള്ളതുകൊണ്ട് ഇത് ദേവു. അപ്പോൾ ദേവുവിന് നമ്മളൊരു പാവാടയും ബ്ലൗസുമാണ് ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദേവുവിന് നെക്ക് പീസ് സെലക്ട് ചെയ്യാൻ വലിയ ടൈം എടുത്തില്ല. പെട്ടെന്ന് തന്നെ ആ ഡ്രസ്സിന് സെയിം കളർ വരുന്ന ഒരു നെക്ക് പീസ് നമുക്ക് കിട്ടി. കൺഫ്യൂഷൻ വന്നത് ഇയറിങ്സിലാണ്. ഒരുപാട് ടൈപ്പ് ഇയറിങ്സ് നമ്മൾ ഇട്ട് നോക്കി. ആന്റീക്ക് ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും നമ്മൾ ട്രൈ ചെയ്തു. ഫൈനലി നമ്മൾ ഒരു ബ്ലൂ സ്റ്റോൺ വരുന്ന ഒരു ഇയറിംഗ് നമ്മൾ ഫൈനലൈസ് ചെയ്തു. അതിനുശേഷം ഉണ്ടായിരുന്നത് ബാംഗിൾസ് ആണ്. ബാംഗിൾസ് ഒരു ആന്റീക്ക് മോഡൽ ബാംഗിൾസ് ആണ് നമ്മൾ പെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സ്ലോട്ടിലാണ് ജോസ്ന എത്തിയത്. ജോസ്നയ്ക്ക് നമ്മളൊരു മിനിമൽ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ജ്വല്ലറി കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ക ഒരു ആന്റിക് മോഡലാണ് നമ്മൾ ജോസ്നയ്ക്ക് ചൂസ് ചെയ്തത്. ഈവനിങ് 6 o'clock സ്ലോട്ടാണ് ദേവികയ്ക്ക് ഉണ്ടായിരുന്നത്. ദേവികയുടെ ഔട്ട്ഫിറ്റ് നമ്മൾ സാരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് നെക്ക് പീസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ക് പീസിനെക്കാളും നമ്മൾ കുറച്ചും കൂടി കൺഫ്യൂസ് ആയത് ഇയറിങ്സിലേക്കാണ്. കാരണം എന്ന് പറയുന്നത് നെക്ക് പീസിൻ്റെ സെയിം കളർ ഇയറിംഗ് കിട്ടണം, എല്ലാവർക്കും ഒരുപോലെ ഇയറിംഗ് പോവരുത്, കുറച്ചും കൂടെ വെറൈറ്റി നോക്കണം. ഇതൊക്കെ നമ്മുടെ കൺസേൺ ആയതുകൊണ്ട് ഇയറിങ്സ് കുറച്ച് കൺഫ്യൂസ് ആയിപ്പോയി. അതുപോലെ നമുക്ക് മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് ബാംഗിൾസ് ആയിരുന്നു. ദേവികയുടെ കൈയുടെ സൈസിനനുസരിച്ചുള്ള ബാംഗിൾസ് തപ്പിയെടുക്കുക ഒരുപാട് ടൈം എടുത്തു. കുറേ നമ്മൾ നോക്കി, ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈന് നമുക്ക് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഫൈനലി നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പീസും ഒരു ഹിപ്പ് ചെയിനും ഒരു ബാംഗിൾ ഒപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തു. ദേവികയുടെ ഫുൾ ഔട്ട്ഫിറ്റും ജ്വല്ലറിയും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മുകളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ലക്ഷ്മി ചേച്ചിക്കുള്ള ജ്വല്ലറിയാണ്. ആദ്യം നമ്മൾ ഡ്രസ്സ് ജസ്റ്റ് വെച്ച് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് ഓക്കെ ആണോ അല്ലയോ എന്ന്. അപ്പം ഞങ്ങളത് ഡ്രസ്സ് ട്രയൽ ചെയ്ത് തന്നെ ജ്വല്ലറി സെലക്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാരിക്കൊരു പാവാടയും ബ്ലൗസും വരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം ഹെവിയും അല്ല, എന്നാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇയറിങ്സും ബാംഗിൾസും നെക്ക് പീസും. അതിൽ നെക്ലെസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് വന്നിട്ട് ഒരുപാട് ട്രഡീഷണൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ ജ്വല്ലറി ഒരു പക്ക ആൻറ്റിക് മോഡലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കരിഷ്മയുടെ ജ്വല്ലറിയാണ്. കരിഷ്മയ്ക്ക് പക്ക ഒരു ട്രഡീഷണൽ കേരള ധാവണിയാണ് നമ്മൾ ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്ക് പീസിലാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. ഒരുപാട് ട്രൈ ചെയ്തു. ആദ്യം നമ്മൾ ആൻറ്റിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ട്
ആയിട്ടുള്ള ഒരു ആൻറ്റിക് പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തോ ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ സ്റ്റോൺ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അതും ലെയേർഡ് ആയിട്ടുള്ള ഒരു നെക്ക് പീസ് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് ചൂസ് ചെയ്തു. ചെറിയ ജിമുക്കയാണ് നമ്മൾ അതിന് കൊടുത്തത്. നെക്ക് പീസ് ഹെവി ആയതുകൊണ്ട് ചെറിയ ഇയറിംഗ് കൊടുത്തു. ഹെവി ആയിട്ടുള്ള ബാംഗിൾസും ചെറിയൊരു ഹിപ്പ് ചെയിനും ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അടുത്തത് എൻ്റെ ജ്വല്ലറീസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് ലാവൻഡറിൽ സിൽവർ ഷെയ്ഡ്സ് വരുന്നതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അതുകൊണ്ട് തന്നെ ആൻറ്റിക് മാച്ചായി പോകത്തില്ല എന്ന് അഗീരി എന്നുള്ള സ്റ്റാഫ് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോൺസിലേക്കാണോ പോയത്. അവിടെ കുറച്ച് എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ആയിരുന്നു ഏതാണ് മാച്ച് ആവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. ഫൈനലി ഞങ്ങൾ ഈ ഒരു നെക്ക് പീസ് സെലക്ട് ചെയ്തു. ഇയറിങ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടി. ബാംഗിൾസും ചെറിയൊരു ആൻറ്റീക്ക് മോഡൽ, എന്നാൽ ആൻറ്റീക്ക് അല്ല, അങ്ങനൊരു മോഡൽ ആണ് നമ്മൾ ബാംഗിൾസ് സെലക്ട് ചെയ്തത്. ലാസ്റ്റായിട്ട് നമ്മുടെ മോഡൽ ഷില്ലു ആയിരുന്നു. ഷില്ലുവിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പുളിയിലക്കര സെറ്റ് മുണ്ടാണ് നമ്മൾ ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷില്ലുവിന് നെക്ക് പീസ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒന്നെടുക്കുമ്പോൾ മറ്റൊന്ന് ഇഷ്ടപ്പെടും, മറ്റൊന്നെടുക്കുമ്പോൾ വേറൊന്ന് ഇഷ്ടപ്പെടും. അങ്ങനെ കുറച്ചധികം കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. അതും നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും കുറച്ച് ഹറിബറിയായി. ഫൈനലി നമ്മൾ കോൺട്രാസ്റ്റ് കളറായിട്ട് നെക്ക് പീസ് നമ്മൾ സെലക്ട് ചെയ്തു. ഗ്രീൻ കളറിൽ കുറച്ച് വലിയൊരു ഇയറിങ്സും ഹെവി ആയിട്ടുള്ള ബാങ്കിളും. നമ്മൾ ഹിപ്പ് ചെയിൻ സെലക്ട് ചെയ്തു. പക്ഷെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളത് യൂസ് ചെയ്തില്ല. ആ ഒരു ടൈം ആയപ്പോൾ അത് കുറച്ച് മിസ്മാച്ചായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഉള്ള ജ്വല്ലറീസ് നമ്മൾ സെറ്റ് ചെയ്ത്. സോ നമ്മുടെ ടാസ്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മൾ ഓരോ ആൾക്കാരുടെ ജ്വല്ലറീസ് ഏതാണെന്നുള്ള സോർട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെയാണെന്നുള്ള കൺഫ്യൂഷൻ നാളെ ഉണ്ടാവത്തില്ല. അഭിനൻ ടീമും നാളത്തെ ഡെക്കറിന് വേണ്ട പൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. സോ അവരുടെ അപ്ഡേറ്റ് അഭിൻ പറയും. അപ്പൊ നമ്മൾ നേരത്തെ കുറെ വീഡിയോസ് എടുത്തു വെച്ചു. സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ എവിടെ എൻഡിങ് ആയത് നമുക്ക് അറിയാം. ഒരു ഐഡിയ സത്യത്തിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറയാം. നമ്മള് പൂ എടുക്കാൻ പോയതാണ്, പൂ എടുത്തു. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു ഫോഗ് മെഷീൻ വാങ്ങിച്ചു. പല ഷൂട്ടിലും നമ്മൾ ഒരുപാട് പുക ഇടാനായിട്ട് നമ്മൾ പല വഴി നോക്കാറുണ്ട്. അതെല്ലാം ഒന്ന് എക്സ്പെൻസീവ് ആണ്, രണ്ട് നമ്മൾ ഫോഗർ മെഷീൻ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കൂല. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കുഞ്ചാനൊക്കെ ഇട്ട് പുകച്ച് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങള് റെന്റ് എടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ 3-4 തവണ റെന്റ് എടുത്തപ്പോ തന്നെ ഏകദേശം 1000-1200 രൂപ അടുപ്പിച്ച് 1500 വാങ്ങിയ സമയമുണ്ട് ഓരോ തവണത്തേക്ക്. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ എന്തുകൊണ്ടും അതൊരെണ്ണം വാങ്ങുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. അല്ല, അതിന്റെ റേറ്റ് തിരക്കി. അപ്പൊ എത്രയാണ് അതിന്റെ റേറ്റ് ഒന്ന് തിരക്കിയപ്പോഴാണ് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായത്. ഇത് 1500 മെഷീനാണ്. അത് എങ്ങനെ പോയാലും 1500 രൂപ വാങ്ങിക്കുന്നതാണ്. 1500 മെഷീൻ എന്ന് പറയുമ്പോൾ 1500 വാട്ട്സിന്റെ മെഷീനാണ്. പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഓൺലൈൻ ഇതിനൊക്കെ കുറച്ച് ലാഭമായിരുന്നു, അല്പം. പക്ഷെ ഏകദേശം സെയിം ആണ്. ഒരു 10-300-400 വ്യത്യാസങ്ങൾ. ഓഫ്ലൈൻ തന്നെ എടുത്തതിന്റെ വേറെ കാര്യം, ഒന്നെന്തായാലും ഞങ്ങൾ അവിടെ വരെ പോയി. 2 സർവീസ് നമുക്ക് അവർ തരാന്ന് ചെയ്യും. സ്പെയറുകളുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല. എന്ത് വന്നാലും അവർ ശരിയാക്കി തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ വല്ലപ്പോഴും എടുത്തത് കറക്റ്റ് യൂസ് ചെയ്യാം. മന്ത്ലി അവിടെ നിന്നും പറഞ്ഞതാണ്, ഇത് നിങ്ങളങ്ങ് വെറുതെ അങ്ങ് വെച്ചിരിക്കരുത്, വല്ലപ്പോഴെങ്കിലും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒന്ന് നോക്കണം. നമുക്ക് എന്തായാലും ഇപ്പൊ റെഗുലർ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലാണ്. ഈ വല്ലപ്പോഴും ഇടുന്ന വീഡിയോസ് നമ്മൾ മാറ്റി റെഗുലർലി ഡെയിലി മിക്കവാറും വരുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾ പ്ലാനിങ് ആയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോ സ്ട്രെങ്ത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് സ്ട്രെങ്ത് കൂട്ടേണ്ട ആവശ്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പം ഉള്ളത് വെച്ച് നമ്മൾ മാനേജ് ചെയ്ത് പോവുകയാണ്. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും നമ്മൾ പണ്ടത്തെക്കാലം ഒരുപാട് റെഗുലർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി പ്രൊഡക്ഷനിലോട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് വർക്കുകളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പ്രോപ്പർ ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം നമുക്ക് വർക്കിന്റെ ബിസി ഉള്ളതാണ്. വർക്ക് വരുമ്പോ അതിന്റെ പിറകെ എല്ലാരും അങ്ങ് പോയേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കുറച്ചത് മാനേജ് ചെയ്ത് കുറച്ച് സ്റ്റാഫിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടി ഇങ്ങനെ മാനേജ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. എന്നിട്ട് തന്നെ ഇന്നിപ്പോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഞങ്ങൾ വന്നാലേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, നേരെ സ്റ്റുഡിയോയിലേക്ക് ഈ പൂവൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഇനിയിപ്പോ ലൈറ്റ് വളരെ കുറവാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട് കുറേശ്ശെ. അതൊക്കെ ഇനി വരും വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഈ ആംഗിൾസ് കീപ്പ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. ഷെയ്ഡ് വരുന്നുണ്ട്, കൈ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്, ഷേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാത്തിനും നമ്മൾ ഓരോരോ ഫോൺ വഴിയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമ്പ്രൂവ് വരും. നിങ്ങളുടെ സജഷൻസ് എല്ലാം എന്താണെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ പരിഹരിച്ച് റെഡിയാക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, സീ യു സൂൺ.